റഫേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ കേരളത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. വീടുകളിലും നിരത്തുകളിലും മെഴുകുതിരിയുടെയും മൊബൈൽ ലൈറ്റിന്റെയും വെളിച്ചത്തിൽ പ്ലക്കാർഡുകൾ പിടിച്ചായിരുന്നു ഐക്യദാർഢ്യം. മന്ത്രിമാർ, എംഎൽഎമാർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ ലോകമെമ്പാടും നടക്കുന്ന ഓൾ ഐസ് ഓൺ റഫ ക്യാമ്പയിന്റെ ഭാഗമായി കേരളവും വീടുകളിലും നിരത്തുകളിലുമെല്ലാം മെഴുകുതിരിയുടെയും മൊബൈൽ ലൈറ്റിന്റെയും വെട്ടത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി പ്ലക്കാർഡുകൾ ഏന്തിയായിരുന്നു ഐക്യദാർഢ്യം. ഫലസ്തീൻ സോൾഡാറ്റി ഫോറമാണ് ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തത്. മന്ത്രിമാരായ പി പ്രസാദ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എംപിമാരായ എൻ കെ പ്രേമചന്ദ്രൻ, ടി എൻ പ്രതാപൻ, വി കെ ശ്രീകണ്ഠൻ, എംഎൽഎമാരായ ടി സിദ്ദീഖ്, പി ടി റഹീം, മുഹമ്മദ് മുഹസിൻ, UDF കൺവീനർ എം ഹസൻ തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ക്യാമ്പയിന്റെ ഭാഗമായി. റഫായിലെ കുഞ്ഞുങ്ങളുടെ നിലവിളികളും സാധാരണക്കാരും നിരപരാധികളുമായ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിന്റെ നടപടികൾക്കെതിരായി നടത്തുന്ന ഈ വലിയ ക്യാമ്പയിൻ ലോകം മുഴുവൻ നടക്കുകയാണ്. ആ ക്യാമ്പയിന്റെ ഭാഗമായി ചേരാൻ എല്ലാവരും തയ്യാറാകണം. ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ്. 2023 ഒക്ടോബർ 7 ഗസയ്ക്ക് നേരെ തുടങ്ങിയ ഭീകരാക്രമണത്തിൽ 36,000-ലേറെ ഫലസ്തീനുകളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത്. ഒടുവിൽ അഭയാർത്ഥി കേന്ദ്രമായ റഫയ്ക്ക് നേരെ കൂടി വംശഹത്യ നീണ്ടതോടെ ലോകമെമ്പാടും ഇസ്രായേലിനെതിരെ പ്രതിഷേധമിരമ്പുകയാണ്. മീഡിയ 1 കോഴിക്കോട്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.